CPM കണ്ണൂർ ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. MV ജയരാജൻ തന്നെ ജില്ലാ സെക്രട്ടറിയായി തുടരാനാണോ സാധ്യത? ഇന്നലെ പൊതുചർച്ചയ്ക്കുള്ള മറുപടിയിൽ നേതാക്കൾ പക്വതയോടെ ഇടപെടണമെന്ന സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ PP ദിവ്യയ്ക്ക് തെറ്റുപറ്റിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അവനവൻ ചെയ്യുന്നതിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, PP ദിവ്യയെ ഏതാണ്ട് പൂർണ്ണമായും തള്ളുന്ന നിലപാടാണ് പാർട്ടി ജില്ലാ സമ്മേളന വേളയിൽ സ്വീകരിച്ചത് എന്നുള്ളതാണ്. ആദ്യമൊക്കെ ചില പിന്തുണ ദിവ്യയ്ക്കുണ്ടായിരുന്നുവെങ്കിൽ പോലും മുഖ്യമന്ത്രിയും ജില്ലാ സെക്രട്ടറിയും ദിവ്യയെ ഏതാണ്ട് പൂർണ്ണമായും തള്ളുകയായിരുന്നില്ലേ? രഞ്ജിത്ത്, തീർച്ചയായും കണ്ണൂരിലെ ജില്ലാ സമ്മേളനം അത് വളരെ പ്രധാനമാണ്. PP ദിവ്യയുടെ സ്വന്തം നാട്. അവിടെയാണ് ഇപ്പോൾ PP ദിവ്യയെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നത്. അതായത് ഈ ചർച്ചയുടെ മറുപടി പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയത്. മാത്രമല്ല, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ പൂർണ്ണമായും അനുകൂലിക്കുന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. അതായത് ADMന്റെ മരണത്തിൽ PP ദിവ്യയ്ക്ക് തെറ്റുപറ്റിയെന്ന് മുഖ്യമന്ത്രി പറയുന്നു. പാർട്ടി അംഗത്തിന് നിരക്കാത്ത പെരുമാറ്റമാണ് PP ദിവ്യയുടെ ഭാഗത്തുനിന്നുണ്ടായത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അവനവൻ ചെയ്യുന്നതിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണമെന്ന ഒരു പ്രയോഗം കൂടി മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നു. എന്തായാലും നേതാക്കൾ ജനങ്ങളോട് കൂടുതൽ അടുക്കണമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. പാർട്ടി നേതാക്കളും പൊതുജനങ്ങളും തമ്മിലുള്ള അകലം തിരുത്തണമെന്ന് പറയുന്നു. ഈ അകലം വർദ്ധിക്കുന്നതായി എല്ലാ സമ്മേളനങ്ങളിലും ചർച്ച നടക്കുമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും നേതാക്കൾ പക്വതയോടുകൂടി ഇടപെടണമെന്നാണ് പറഞ്ഞത്. മറ്റൊരു പരാമർശമുണ്ടായത് EP ജയരാജനെതിരെയാണ്. BJP ജയരാജൻ ഈ ബന്ധം പ്രകാശ് ജാവേദ്കറുമായി നടന്ന ആ ചർച്ച അത് വലിയ തോതിലുള്ള ഒരു ജാഗ്രത കുറവുണ്ടായി എന്ന് പറയുന്നു. മറ്റ് നേതാക്കൾക്കെല്ലാം മുഖ്യമന്ത്രി ഉപയോഗിച്ച ഒരു വാക്കാണ് ക്രിസ്റ്റൽ ക്ലിയർ എന്നാണ്. കണ്ണൂർ ജില്ലയിലെ നേതാക്കളെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ എന്നൊരു വാക്കുകൂടി മുഖ്യമന്ത്രി ജില്ലാ സമ്മേളന ഈ ചർച്ചയ്ക്കിടെ പറയുന്നു. ഏതായാലും ഇന്ന് ഈ ജില്ലാ സെക്രട്ടറി സംബന്ധിച്ച തീരുമാനം ഉണ്ടാവും. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ MV ജയരാജൻ തന്നെ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തുടരാനാണ് സാധ്യത കാണുന്നത്. കമ്മിറ്റിയിൽ കൂടുതൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം ഉണ്ടാവും. എന്തായാലും വൈകിട്ട് തളിപ്പറമ്പിൽ വലിയ തോതിലുള്ള പൊതുസമ്മേളനമുണ്ട്. 4 ലക്ഷത്തോളം പേർ പങ്കെടുക്കുന്ന ശക്തി പ്രകടനം കൂടിയുണ്ട്. ഇന്ന് സമ്മേളനം സമാപിക്കും. MV ജയരാജൻ തന്നെ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തുടരാനാണ് ഒരു സാധ്യത. ഏതായാലും 11 മണിയോടുകൂടി ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പുണ്ടാവും. ഈ സംബന്ധിച്ച് ഒരു തീരുമാനമുണ്ടാകും. രജിത്, ശരി.